ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ കറിയും തയ്യാറാക്കാൻ പോണത്. ബട്ടർ ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും, പക്ഷേ ബട്ടർ ചിക്കൻ അല്ല. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 3 ടേബിൾ സ്പൂൺ തൈരുണ്ട്, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്ര ഇട്ടിട്ട് ഞാൻ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരത്തെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇനി നമുക്കിത് ബട്ടറിന് തയ്യാറാക്കേണ്ടി ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു കഷ്ണം ബട്ടർ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഈ ഉള്ളി അതിലിട്ടിട്ടൊന്ന് വഴറ്റണം. ബ്രൗണൊന്നും ആവണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇതിൽ പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ടുണ്ട്. ചതച്ചെന്ന പേസ്റ്റ് ആയിട്ടില്ല. 1 ടീസ്പൂൺ വീതം ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറുത് ഇത്ര ഇട്ടിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സായ കാരണം ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുണ്ടായില്ല. ഒരു ബട്ടർ ഉരുക്കി ഇതിൽ നമുക്ക് കാന്ത ഇട്ട് കൊടുക്കാം. ഇത് 2 എണ്ണമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി കുറച്ചും കൂടി ഇടണം. ഫുള്ള് ഇട്ടിട്ടില്ല, 2 സ്പൂൺ തന്നെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചപ്പൊത്തൊന്ന് പോകുന്നതോടും കൂടെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കൂടുതൽ വഴറ്റൊന്നും വേണ്ട, ഒന്ന് വെന്താൽ മതി. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളിയും ഒന്ന് വേവണം, ഒന്ന് സോഫ്റ്റ് ആവണം എല്ലാം കൂടെ. അത് കഴിഞ്ഞാൽ അത് അരച്ചെടുക്കണം. ഇനി ഇതിൽ കൂടെ കുറച്ച് മസാല ചേർക്കാനുണ്ട് നമുക്ക്. വീണ്ടും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലിട്ടിട്ടുണ്ട്, മാരിനേഷൻ ചെയ്യുന്നതിലിട്ടിട്ടുണ്ട് ഇതിലൂടെ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒരു കസ്തൂരിയും. ഇത് എരുള്ളത്, മറ്റേത് എരില്ല. കാശ്മീരി സോറി തെറ്റിയതാട്ടാ. കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ മറ്റേത്. രണ്ടും കൂടെ മിക്സിന്. അപ്പോൾ കുറച്ച് കളറും ഉണ്ടാവും, നല്ല എരിവും ഉണ്ടാവും. ഇതൊന്ന് സോഫ്റ്റായതിന് ശേഷം ചൂടാറുമ്പോൾ അത് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വേറൊരു പാൻ വയ്ക്കാം അടുപ്പത്ത്. ഇത് ഞാൻ അങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരു പാൻ വെച്ചിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ആ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അതും ബ്രൗണൊന്നും ആവണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. കാശ്മീരി മിർച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മുളകിട്ടാലും മതി, പക്ഷെ അത്ര കളർ ഉണ്ടാവില്ല എന്നുള്ളൂ. പക്ഷെ അപ്പം അത്തിരി കുറവിടണം മുളക്. ഞാൻ മാരിനേറ്റ് ചെയ്തതിൽ 2 മിക്സാക്കിയിട്ട് തന്നെ ഇട്ടിട്ടുള്ളത്. മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ബട്ടർ ഇടാം. ഇത് ബട്ടറിൽ തന്നെ തയ്യാറാക്കുന്നത്. ഞാൻ 2 ക്യൂബ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഉരുകി വന്നൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ആ ചിക്കൻ അതിലിടാം. ഇത്രയായ മതി. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കേണ്ടത്. അത് കരിയാതെ നല്ലോണം വെന്ത് കിട്ടും. ഈ വെള്ളം വരുന്നതോട് കൂടെ അത് ഓഫ് ചെയ്യുക. ഇത് ചൂടാറുമ്പോൾ അരച്ചെടുക്കുക. വെള്ളം വരുമ്പോഴേക്കും അത് നന്നായി വേവും. ഇപ്പം നമ്മുടെ ബട്ടറൊക്കെ ചൂടായിട്ടുണ്ട്, ഒന്ന് ഉരുകിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം.
ഇത് കുറച്ച് കഴിയുമ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കണം. ഇതെല്ലാം അതിൽ വറുത്ത് പോരും. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇടേണ്ട വരും. 2 ട്രിപ്പായിട്ട് ഞാനത് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഇതേ തവയിൽ തന്നെ നമുക്ക് അരച്ചു വെച്ചതൊന്ന് അതിൻ്റെ ആ കുത്തൊക്കെ ഒന്ന് പോകാനായിട്ട് ഇതിലിട്ടിട്ട് ശരിയാക്കാം. ബട്ടർ ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. ഇത് ഞാൻ അരച്ച് വെച്ചതിന് തക്കാളി, കാന്ത, പിന്നെ അതിൽ ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളി ഉണ്ട്. പിന്നെ ഇതിൽ ഞാനൊരു 10 കപ്പ് ഇതും കൂടി ഇട്ടിട്ടുണ്ട്, കശുവണ്ടിപ്പരിപ്പ്, കാഷ്യൂ. അത് ഞാൻ പറയാൻ മറന്നുകൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തക്കാളിയൊക്കെ വാട്ടില്ലേ, അതിൽ കൂടെ തന്നെ ഇട്ടാൽ മതി. അത് അപ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇനി ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം നമുക്ക്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കൻ അതിലിടാം. എനിക്ക് പാത്രം മാറ്റേണ്ട വരും. നന്നായി ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചിക്കൻ അതിലിടാം. ചിക്കനായിട്ട് ഈ ഗ്രേവി ഒന്ന് കട്ടിയാവണ വരെ നമുക്കൊന്ന് വറ്റിക്കേണ്ടി വരും. മറ്റേ പാത്രം ചെറുതായ കാരണം ഞാൻ അതിൽ ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. നന്നായി ഇളക്കുക. എന്നിട്ടൊരു ചെറിയ തീയിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുറച്ചും കൂടി തിക്കാവണം ഇതിൻ്റെ ഗ്രേവി. അത് കഴിയുമ്പോൾ നമുക്ക് ഗരം മസാലയും കുറച്ച് മല്ലിത്തൈ, പിന്നെ കുറച്ച് ഉലുവത്തൈയൊക്കെ ഇട്ടിട്ട് നമുക്ക് കസൂരി മേത്തി എല്ലാം ഇട്ടിട്ട് സെർവ് ചെയ്യാം. ഇതിൻ്റെ ഗ്രേവിയൊക്കെ കുറച്ച് തിക്കായിട്ടുണ്ട്. ഇതിരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വറ്റും. ഇത് ചൂടാറിനോടുകൂടെ ഒന്നുകൂടി വറ്റും. അപ്പോൾ ഇതിൽ അണ്ടിപ്പരിപ്പ് അരയ്ക്കാൻ മറക്കരുത്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ച് ഗരം മസാല ഇടണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഈ ബട്ടറിൽ ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് പിന്നെ പോരാത്തത് ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തിന്. ഇത് ഉലുവത്തൈ ഉണക്കി വെച്ചതിന് അന്ന് മാർക്കറ്റിലൊക്കെ കിട്ടും. അത് ഞാനൊന്ന് ചൂടാക്കി അങ്ങനെ കൈ കൊണ്ട് അങ്ങനെ ആക്കി അതിങ്ങനെ പൊടിഞ്ഞ് കിട്ടും. അത് കുറച്ചിടുക. അത്ര അധികം ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ഇട്ട് നന്നായി മിക്സ് ആക്കുക. ഇനി ഇതിൽ കൂടെ കുറച്ച് ഞാനൊരു ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഇടുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. ഇതിലിട്ടാൽ നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ ഗരം മസാലയിൽ ഉണ്ടാവും അത്, എന്നാലും കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഇനി കുറച്ച് മല്ലിത്തൈ ലാസ്റ്റ്. മല്ലിയില ചെറുതായി കട്ട് ചെയ്തിട്ട് അതിടാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി തയ്യാറായി. ഉപ്പ് പോരെങ്കിലിട്ട് കൊടുക്കുക. ഇതിൽ ഉപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ പ്രൊമോട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.